ലോക വിപണിയിൽ പഞ്ചസാര വില കുതിച്ചു കയറുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ബ്രസീലിന് ശേഷം ഏറ്റവും കൂടുതൽ പഞ്ചസാര കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര പ്രൊഡക്ഷൻ നടക്കുന്നത്. പഞ്ചസാര പ്രൊഡക്ഷനിൽ മഹാരാഷ്ട്രയിൽ മാത്രം 58% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ലോക വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലോക വിപണിയിൽ പഞ്ചസാര വില കുതിച്ചുയരും. ഈ ഒരു മാസം കൊണ്ട് തന്നെ 11% വില വർധനവാണ് ലോക വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് പെട്രോളിനോടൊപ്പം എത്തനോൾ മിക്സ് ചെയ്യണം എന്ന ഒരു തീരുമാനത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ലോക വിപണിയിൽ പഞ്ചസാര വില ഉയരുന്നത്. അതിന് പ്രധാന കാരണം ഇന്ത്യയിലുള്ള പഞ്ചസാര കമ്പനികൾ പഞ്ചസാരയുടെ വേസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കരിമ്പിൻ്റെ വേസ്റ്റിൽ നിന്നാണ് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നതോടുകൂടി അവർ പഞ്ചസാര പ്രൊഡക്ഷനിൽ നിന്നും എത്തനോളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് പഞ്ചസാര പ്രൊഡക്ഷൻ കുറയാൻ വേണ്ടി കാര്യം. അപ്പോൾ എന്തായാലും ലോക വിപണിയിൽ വില കുതിച്ചു കയറുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശേഖരിക്കാൻ സാധിക്കുന്ന അത്രയും ഓരോ രാജ്യങ്ങളും പഞ്ചസാര ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എക്സ്പോർട്ടിങ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോക വിപണിയെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഓഹരി വ്യാപാരം നടത്തുന്ന ആൾക്കാർ ഒരു പക്ഷേ ചില രീതിയിലെങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും. കാരണം പഞ്ചസാര കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് കുതിച്ചു കയറാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഉള്ള ഒരുപാട് കമ്പനികളുണ്ട്, വളരെ വലിയ ബൃഹത്തായ കമ്പനികളുണ്ട്. അവയുടെയൊക്കെ തന്നെ എത്തനോൾ പ്രൊഡക്ഷനോടൊപ്പം തന്നെ പഞ്ചസാരയും രണ്ട് വരുമാനം അവർ നേടാൻ പോവുകയാണ്. ഒന്ന് എത്തനോളിൽ ഉള്ള വരുമാനം, രണ്ടാമത്തേത് ആഗോള വിപണിയിൽ പഞ്ചസാര വില കുതിച്ചു കയറുമ്പോൾ അത് ഈ കമ്പനികൾക്ക് ലാഭകരമായിട്ട് വരും. സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും പഞ്ചസാര സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ ഉയർന്ന ലാഭം നേടിയെടുക്കാൻ സാധിക്കും. ഇതിനകത്ത് ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ആവശ്യമെങ്കിൽ ഓരോ കമ്പനികളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും അവർ ശേഖരിച്ച് വെക്കുന്നതിൻ്റെ ക്വാട്ടയും ഇറക്കുമതി തീരവ കുറക്കുക, അതുവഴി പഞ്ചസാരയുടെ വില കുറക്കുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. എങ്കിൽ കൂടി പഞ്ചസാര വില കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏതാനും മാസങ്ങളിൽ പഞ്ചസാര കമ്പനികളുടെ സ്റ്റോക്കുകൾ ഏറെ മധുരിക്കുന്നതായിരിക്കും. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. ഇന്ന് 2023 ഏപ്രിൽ 12 ബുധനാഴ്ച. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,722 നിന്ന് 37 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,759 ഇന്ന് ആരംഭിച്ചത്. 17,825 ഡേ ഹൈയും 17,717 ഡേ ലോയും വന്നതുവഴി 108 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് 0.61% ഇൻട്രാഡേ മൂവ്മെന്റ്. എന്തായാലും 52 പോയിന്റിന്റെ ലാഭത്തോടു കൂടി 17,812 ഇന്ന് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഇന്ന് ക്രോസ് ചെയ്തിരിക്കുന്നത്. 17,800 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഒരു ലെവലാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 41,366 നിന്നും 60 പോയിന്റ് ഗ്യാപ്പോട് കൂടി 41,426 ഇന്ന് ആരംഭിച്ചു. 41,610 ഡേ ഹൈയും 41,332 ഡേ ലോയും വന്നതുവഴി 278 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് അഥവാ 0.67% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 41,426 നിന്ന് 131 പോയിന്റ് ലാഭത്തോടു കൂടി 41,557 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,588 നിന്ന് 30 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,618 ഇന്ന് ആരംഭിച്ചത്. 18,726 ഡേ ഹൈയും 17,587 ഡേ ലോയും വന്നതുവഴി 139 പോയിന്റിൻ്റെ അഥവാ 0.75% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. 17,800 അഥവാ ഇന്ന് ഓപ്പൺ ആയ 17,618 നിന്നും 83 പോയിന്റ് ഇൻട്രാഡേ പ്രോഫിറ്റോട് കൂടി 18,702 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയത് 11.98 ഡേ ഹൈ 12.4 ഡേ ലോ 11.98 ആയിരുന്നു എങ്കിൽ ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 2.42% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 12.27 ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു സ്റ്റോക്ക് ചോല ഫിനാൻസ് മാത്രമാണ് ഒരു ഡൗൺഫോൾ വന്നിട്ടുള്ളത്. ബാക്കി 5 സ്റ്റോക്കുകളും അപ്പ് മൂവ്മെൻ്റ് ആണ്. ഏഷ്യർ മോട്ടോഴ്സ്, ഡോക്ടർ റെഡ്ഡി, ഡിവിസ് ലാബ്, ബജാജ് ഓട്ടോ, അദാനി എൻ്റർപ്രൈസ് ഇതെല്ലാം തന്നെ 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ചോല ഫിനാൻസ് 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കാം.
ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8459 കോടിയുടെ ബൈങ്ങും 6551 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1908 കോടിയുടെ നെറ്റ് ബൈങ് ആണ് സംഭവിച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7428 കോടിയുടെ ബൈങ്ങും 7653 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 225 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ സംഭാവനയായിട്ട് മാർക്കറ്റിലുണ്ടായത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1683 കോടി രൂപ മാർക്കറ്റിലേക്ക് ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പണം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ന് 5470 രൂപയുടെ അഥവാ 5.47% ഇൻട്രാഡേ പ്രോഫിറ്റാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഈ മാസത്തിൽ 55,208 രൂപയുടെ പ്രോഫിറ്റാണ് ഇതുവരെയായിട്ട് ഞങ്ങൾ 39 ട്രേഡുകളിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ലെവൽസ് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ, അതല്ലെങ്കിൽ യെസ്റ്റർഡേ ഹൈയുടെ മുകളിലായിട്ട് ഓപ്പണായി. അത് നേരെ ബ്രേക്ക്ഔട്ട് ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു തിരിച്ച് R1ലേക്ക് പോയി. R1ൽ നിന്ന് വീണ്ടും R2ലേക്ക് എത്തുന്നതിന് മുമ്പേ മാർക്കറ്റിൻ്റെ സമയം അവസാനിച്ച് അവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഒരു സ്ട്രൈറ്റ് അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ആയത് R1ലാണ് ഓപ്പൺ ആയത്. R1ൽ നിന്നും സ്ട്രൈറ്റ് R2ൽ പോയി R3ൽ എത്തുന്നതിന് മുൻപേ മാർക്കറ്റിൻ്റെ ടൈം അവസാനിച്ചു, അവിടെ അത് തീരുകയും ചെയ്തു. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. R1ലാണ് ഓപ്പൺ ആയത്, R2 കവർ ചെയ്ത് R3ൽ എത്തിയില്ല, അതിന് മുമ്പേ മാർക്കറ്റ് അവസാനിച്ചു. ഇനി നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 17,817 എന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാളെ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ, ഇവിടെ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷായി എന്ന് നമുക്ക് പറയാം. പിന്നീട് ഒരു 18,000 18,056 വരെയൊക്കെ സ്ട്രൈറ്റ് അതങ്ങ് പോകുന്നതായിരിക്കും. ഇവിടെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അവിടെ അത് ഇത് എന്ന് പറയരുത്, കൃത്യമായ നമ്പർ പറയണം എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് 17,817ലാണ്. നെക്സ്റ്റ് നാളെ 17,817ൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇന്ന് അവസാനിച്ചതുപോലെ അവസാനിക്കുകയാണെങ്കിൽ മാർക്കറ്റ് 17,955 കഴിഞ്ഞ് 18,140 വരെ സ്ട്രൈറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതൊരു ഇപ്പോൾ ഉള്ളത് ശരിക്കും ഒരു കയ്യാലപ്പുറത്താണ്. സോ അതിനൊരു നെഗറ്റീവായും പോസിറ്റീവായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നാളെ ലൈവ് മാർക്കറ്റിൽ നോക്കി കാണാൻ പറ്റും. പിന്നെ മാർക്കറ്റ് പ്രിഡിക്ഷൻ എന്നത് 1% മാത്രം വിശ്വാസയോഗ്യമായ ഒരു കാര്യമാണ്. കാരണം ആർക്കെങ്കിലും ഒരു 50-60% കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറെ അപകടകരമായ, അല്ലെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും അത്. കാരണം കൃത്യമായി പ്രവചിച്ച് അതിൻ്റെ പിന്നാലെ പോയി വളരെ ഉയർന്ന ലാഭം ഉണ്ടാക്കുന്നത് ഒരുപാട് മാർക്കറ്റിലെ പ്രശ്നങ്ങൾക്ക് കാരണമാവും. അപ്പോൾ മാർക്കറ്റ് പ്രിഡിക്ഷൻ എന്നുള്ളത് ഞാനും നിങ്ങളും ബൈ ചെയ്യുമ്പോഴും വിറ്റൊഴിവാക്കുമ്പോഴും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നാളെ ആരൊക്കെ വാങ്ങിക്കും ആരൊക്കെ വിൽക്കും എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞൊരു എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക് രീതിയിൽ സംഭവങ്ങളൊന്നുമില്ല. കുറേ ടെക്നിക്കൽ ആസ്പെക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ടെക്നിക്കലായ ഡാറ്റ എടുത്ത് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. സോ അതിനകത്ത് മിസ്റ്റേക്ക് വരാൻ 99% സാധ്യതയും അതിൽ മിസ്റ്റേക്ക് വരാൻ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിന് വന്ന് മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം മാർക്കറ്റ് കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള മാർക്കറ്റാണ് ഇന്ന് പറയുന്നത്. സോ അവിടെ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡുകളാണ്, ഓവർനൈറ്റ് ഹോൾഡിംഗ് ഒന്നും തന്നെ ഞങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ നാളെ ട്രേഡ് എടുക്കുന്നവർക്ക് ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഒരിക്കലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആരും പോയി ട്രേഡ് എടുക്കുകയും ചെയ്യരുത്, ഞങ്ങളാരും എടുക്കാറുമില്ല. ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിലാണ് ഇത് പറയുന്നത്. സോ അവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും ഞാൻ എല്ലാം മുൻകൂട്ടി പറയുകയാണ്. അവിടെ തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. മാർക്കറ്റിൻ്റെ വഴിക്ക് പോവും. മാർക്കറ്റാണ് സുപ്രീം, നമ്മളൊക്കെ അതിൻ്റെ പുറകെ പോകുന്നവരാണ്. സോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോയി കഴിഞ്ഞാൽ അത് നല്ലതായി. ഇനി പ്രതീക്ഷിച്ച പോലെ പോയില്ലെങ്കിൽ മാർക്കറ്റ് പോകുന്നതിൻ്റെ പുറകെ പോയിക്കോളുക, പ്രോഫിറ്റ് ഉണ്ടാക്കിക്കോളുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇതേ രീതിയിൽ തന്നെയാണ്. 141 എന്നതായിരുന്നു നമ്മളൊരു കടക്കാൻ പറ്റാത്തൊരു കടമ്പ, അത് കടന്ന് ചാടിക്കയറി പോയിട്ടുണ്ട്. ഇനി 42,112 ഇനിയത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് 42,590 ഈ രണ്ട് ലെവൽസിലേക്ക് 42,590 എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് പുൾ ബാക്ക് ഉണ്ടോ അല്ല സ്ട്രൈറ്റ് റാലിയാണോ എന്നൊക്കെ അറിയാൻ പറ്റുക. ഫിൻ നിഫ്റ്റിയുടേത് പിന്നെ ഈ രീതിയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതിൽ വലിയൊരു കാര്യമൊന്നുമില്ല. കാരണം ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പോകുന്നതിൻ്റെ പുറകെ ഒരു അമ്മയും കുഞ്ഞും നടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടിപ്പോകുന്നത് പോലെയാണ്
ഫിൻ നിഫ്റ്റിയുടെ അവസ്ഥ. കുറച്ച് മുന്നോട്ടൊക്കെ അധികം ഓടിപ്പോവും, പക്ഷേ അത് തിരിച്ച് അതിൻ്റെ ഒരു അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത് പോലെ പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയും കാണും. അപ്പോൾ ഇതിനെ അങ്ങനെ അനലൈസ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എങ്കിൽ കൂടി 18,910 അടുത്ത ഫിൻ നിഫ്റ്റിയുടെ ടാർഗറ്റ് ഇനി വരാൻ പോകുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഈ വെള്ളിയാഴ്ച നമുക്ക് മാർക്കറ്റ് അവധിയാണ്. സോ നാളെ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.